ആക്ഷൻ അറ്റ് ഡിസ്റ്റൻസ് എന്നതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. ഇത് മൈൻഡ് കൺട്രോളിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് എന്നറിയാമല്ലോ. ഇതിൽ മറ്റൊരു പരീക്ഷണമാണ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു പരീക്ഷണം. ഓക്കെ, അതായത് നമ്മൾ ട്രെയിനിലിരിക്കുമ്പോഴോ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സദസ്സിലിരിക്കുമ്പോഴോ നമ്മൾ ഓപ്പോസിറ്റ് ഒരു വ്യക്തി ഉണ്ടെന്ന് ഇപ്പം ട്രെയിനാണ് ഏറ്റവും സുഖം. ട്രെയിനിൽ പൊതുവെ ആൾക്കാർ എന്താ ചെയ്യുക, കിടന്നുറങ്ങിക്കൊണ്ടിരിക്കും അല്ലേ. കാരണം കുറേ കാഴ്ചകൾ കാണും, പിന്നെ മടുക്കും, പിന്നെ ഉറങ്ങും. അപ്പം നമ്മൾ മുന്നിലിരിക്കുന്ന ഒരു വ്യക്തിയെ, ഉറങ്ങുന്ന ഒരു വ്യക്തിയെ നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം നമ്മൾ ഇതുപോലെ തന്നെ അയാളുടെ മുഖത്ത് നോക്കി നമ്മൾ മൈൻഡ് കൊണ്ട് പറയണം, എണീക്ക് എണീക്ക്, വേക്കപ്പ് വേക്കപ്പ് എന്ന് പറയാം. അത് വെറുതെ ഇങ്ങനെ പറയലല്ല, നമ്മൾ നല്ല ഫോക്കസ് വേണം, നമ്മൾ പറയുന്ന ഫീലിംഗ് വേണം. നമ്മൾ അത് പറഞ്ഞാൽ അയാൾ കണ്ണു തുറക്കും എന്ന വിശ്വാസത്തോടു കൂടി നമ്മൾ ഷൗട്ട് ചെയ്യണം, മൈൻഡിൽ ഷൗട്ട് ചെയ്യണം. വെർബലൊന്നും പറയരുത്, മൈൻഡിൽ ഷൗട്ട് ചെയ്യണം. പിന്നെ തുറച്ച് നോക്കുകയൊന്നും പാടില്ല, ജസ്റ്റ് സൗമ്യമായി നോക്കിയാൽ മതി. പക്ഷേ നമ്മൾ ഇൻറ്റൻഷനാണ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. എൻ്റെ ഇപ്പോൾ ഒരു 3 മിനിറ്റ്സിനുള്ളിൽ ഈ തൊട്ടടുത്ത വ്യക്തി, അതായത് നമ്മൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തി കണ്ണ് തുറന്ന്, എത്ര ഗാഢമായ നിദ്രയിലായാലും കണ്ണ് തുറന്നിരിക്കും. ഇനി അഥവാ ഒരു മിനിറ്റ് 2 മിനിറ്റ് നമ്മൾ ഈ കാര്യം ചെയ്ത ശേഷം യാതൊരു റിസൾട്ടും ഇല്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവണ്ട. നിങ്ങൾ 2-3 ഒരു 5 മിനിറ്റ് ആ കാര്യം മറന്ന് വെറുതെ ട്രാവൽ ചെയ്ത് പോയിരിക്കുക. പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഇതേ വ്യക്തിയിൽ തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഇത്തവണ അല്ലെങ്കിൽ 1, 2 അല്ല 3, 3-നുള്ളിൽ ഉറപ്പായും അയാൾ കണ്ണു തുറക്കും. അതായത് നിങ്ങളുടെ ചിന്തകൾ അയാളുടെ മനസ്സിൽ കയറി അയാളിലൊരു ആക്ഷൻ ഉണ്ടാക്കുന്നത്, അതാണ് പറയുന്നത് ആക്ഷൻ. അപ്പോൾ അവരറിയാതെ, മറ്റുള്ളവരറിയാതെ അവരെ നമുക്ക് സട്ടിലായി, വളരെ സൂക്ഷ്മമായിട്ട്, വളരെ സിമ്പിളായിട്ട് നമ്മുടെ ചിന്തകൾ കൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എന്ന ഒരു കാര്യം നമുക്കിതോടെ സ്വയം ബോധ്യപ്പെടുന്നു. ഓക്കെ, അപ്പം ഇതൊക്കെ, ഈ പരീക്ഷണമൊക്കെ നിങ്ങൾ ചെയ്ത ശേഷം എൻ്റെ കമൻറ്റ് ബോക്സിൽ വിജയിച്ചിട്ടായാലും അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവവും ഒന്ന് കമൻ്റായിട്ടൊന്ന് എഴുതാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു സോ മച്ച്.